സാർ, ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കാറിലുണ്ട്. സാർ, സാർ, ഒരു കള്ളനെ പിടിച്ചാണ് വന്നത് കുറെ ആൾക്കാര്. രാത്രിയിലാ കള്ളനെ പിടിച്ചുകൊണ്ട് വരുന്നത്. പോകാൻ പറ. അല്ല സാർ, കാറില. നല്ല പാർട്ടിന്നാ തോന്നുന്നത്. കാറിലൊക്കെ. കാറില. ആ, എന്നാ വരാൻ പറ. ശനിയന്മാര് മനുഷ്യനൊന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. സാർ, എന്റെ ഭാര്യയുടെ കഴുത്തിലെ ചെയിൻ പൊട്ടിച്ചോടെ കള്ളനെ പിടിച്ചോണ്ടിരുന്നുണ്ട്. അപ്പോ താൻ ഭാര്യയുടെ കൂടെ അല്ലടോ കിടന്നിരുന്നത്? അതെ സാർ, പക്ഷേ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെവിടെ? കാറിലുണ്ട്. കാണിച്ച ഞാനൊന്ന് നോക്കട്ടെ. ഏയ് ഗോപാല, എനിക്ക് രാമകൃഷ്ണ, എഴുന്നേൽക്ക്. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. നടക്ക. കെട്ടിയിട്ടില്ലടോ? ഉണ്ട് സാർ. ഇറങ്ങടാ പട്ടി. അയ്യോ, ഇത് നമ്മുടെ തഹസിൽദാരല്ലേ? അതെ സാർ. ഇത് നമ്മുടെ തഹസിൽദാരാണ്ടാ നായിന്റെ മക്കളെ. പോയിടാ. നിങ്ങൾ പൊയ്ക്കോളൂ. അയ്യോ, എന്താ ഇത്? എന്ത് പറ്റി? അയ്യോ, നിങ്ങൾ പൊയ്ക്കോളൂ. എന്തിനാ കാത്തു നിൽക്കുന്നത്? അയ്യോ, ഞാൻ എന്തായി കാണുന്നത്? എന്റെ ഈശ്വര, എന്റെ പത്മാവതി കിടന്ന് ഒച്ച വയ്ക്കാതെ അയൽപക്കത്തുള്ളവർ ഉണരും, ബഹളമാവും. പിന്നെ എന്താ ഉണ്ടായത്? എല്ലാം നിന്റെ തുന്നൽ പിടുത്തം കാരണമാ. മനുഷ്യർക്ക് അത്യാർത്ഥി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എന്തിനാ എന്റെ മക്കിട്ട് കയറുന്നത്? ഞാൻ എന്ത് പഴിച്ചു? ഇത് നല്ല കൂത്ത്. നിങ്ങൾ ആ ചെന്നത് കാര്യം പറയുന്നേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ ഈയിടെയായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നോട് ദേഷ്യമാ. എനിക്കറിയാം. തയ്യല് കഴിഞ്ഞ് വരുമ്പോ കള്ളനെ പിടിക്കാൻ ഓടിയ കുറെ ആളുകൾ ഇരുട്ടിൽ അറിയാതെ എന്നെ കയറി പിടിച്ചു. അപ്പൊ നിങ്ങളുടെ നാളെ എവിടെ ആയിരുന്നു? ആരോട് പറയാനാടി? ആര് കേക്കാൻ? ഒക്കെ ഒരു യോഗമാ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ശനിദശയാ. ആരാ എന്റെ തല്ല് കൊണ്ടേ തീരുന്ന അന്ന് കുട്ടിപ്പണിക്കര് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആരാത്? ആ മാത്യു സാറൊക്കെ ആണെന്ന് തോന്നുന്നു. നീ പോയി വാതില് തുറന്നു കൊടുക്ക. സൂസമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളാ പറഞ്ഞേ. എന്ത് പറ്റി? ഞാൻ ആ തയ്യക്കാരെ അച്ചുണ്ണിയുടെ അവിടം വരെ ഒന്ന് പോയിട്ട് വരികയായിരുന്നു. അപ്പോഴാ ഒരു കൂട്ടം ആളുകള് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടി വന്നത്. ഞാൻ നോക്കുമ്പോ ഒരുത്ത എന്നെ കിടന്നൊരൊറ്റ ഓട്ടം. മറ്റുള്ളവർ വളരെ പുറകിലായിരുന്നു. തൊട്ടടുത്തുകൂടി കടന്നുപോയ ഒരുത്തനെ പിടിക്കാതെ വിടുന്ന മോശമാണല്ലോ എന്ന് കരുതി ഞാനും അവന്റെ പിന്നാലെ ഓടി. ഇത്ര അടുത്ത് തൊട്ടില്ലാന്നായപ്പോ അവൻ എടുത്തൊരു ചാട്ടം അടുത്ത പാടത്തേക്ക്. ഒപ്പം ഞാനും ചാടി. എന്തിനു പറയുന്നു, ഒരു വേലി ഉണ്ടായിരുന്നു അവിടെ. വീണതോ ഒരു കല്ലുവെട്ടാങ്കുഴിയിൽ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ പോലീസ് സ്റ്റേഷനില. പോലീസുകാരെന്നെ നമ്മുടെ അലക്സാണ്ടർ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്.
ഈ രാത്രി സമയത്ത് എന്തിനാ അച്ഛനുടെ വീട്ടിൽ പോയത്? ഞാനവിടെ തയ്യല് പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. തയ്യലോ? എന്തിന്? ഒരു കൈത്തൊഴിലല്ലേ, പഠിച്ചിരിക്കാമെന്ന് കരുതി. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ തയ്യക്കാരൻ അച്ചുണ്ണിയുടെ വീട്ടിൽ ഒരു കാര്യത്തിന് പോയിരുന്നു. എന്ത് കാര്യം? ഒരു സ്വകാര്യ ആവശ്യമായിരുന്നു. അത് ശരി. അങ്ങനെയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കേസായി കഴിഞ്ഞാൽ കോടതിയിലെത്തും, ജനങ്ങൾ അറിയും. സാറിനെ പോലുള്ള ഒരാൾക്ക് മോശമല്ലേ അത്? അതിന് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനവിടെ തയ്യൽ പഠിക്കാനാ പോയത്. അവിടെ തയ്യൽ മാത്രമല്ല, എല്ലാ പഠിത്തമുണ്ട്. ഇപ്പൊ തന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ? ഫ്രാക്ചർ വലുതുണ്ടായിരുന്നു സാർ? ഇല്ല, നിങ്ങളൊക്കെ പോണം. സാറേതായാലും ഒഴിയിപ്പിക്കാൻ നല്ലതാ. ആ, കുറച്ച് കഴിയട്ടെ. അത് മതി. ആ ഒടിഞ്ഞ എല്ലുകളെല്ലാം ഒന്ന് കൂട്ടിച്ചേരട്ടെ, എന്നിട്ടേ ഒഴിപ്പിക്കാവൂ. നിങ്ങൾ പൊയ്ക്കോളൂ, കുഴപ്പമൊന്നുമില്ലെന്നേ. അച്ചുണ്ണീനെ അവിടെ കൊലയാടാൻ പോയിട്ട് കിട്ടിയ കോളാന്നേ, സിൽദാരാത്രേ. വരട്ടെ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഇത്തിരി അങ്ങോട്ട് മാറി, ആൾക്കാർ കാണും. ഓ പിന്നെ, എന്താ കാര്യം? നല്ല ആളാ. അന്നെന്നെ തനിച്ചാക്കിയിട്ട് എന്തിനാ കള്ളന്റെ പിന്നാലെ ഓടിയത്? അതല്ലേ തല്ല് കൊള്ളാനും കൈയടിയാനും ഒക്കെ കാരണം. ഞാൻ പറഞ്ഞു കേട്ട് കിടന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നോ? ഒന്നും മിണ്ടാതിരിക്കും വത്സലേ, ഇത് ഓഫീസാണ്. അതിനെന്താ? അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു എന്താ ഇപ്പൊ തയ്യൽ പഠിക്കാൻ വരാത്തെന്ന്. എന്താ ഇനി വരില്ലേ? വരാം, 2 ദിവസം കഴിയട്ടെ. നീ വെക്കോ. ഇത് അന്ന് രാത്രി അയച്ചിട്ട് പോന്ന ഷർട്ടാ, ഓർമ്മയുണ്ടോ? ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൊണ്ടുപോയിക്കോ, ഞാൻ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. അച്ഛനായിട്ട് 30 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട്, തയ്യല് പഠിച്ചതിന്റെ. അതൊക്കെ തരാം, ഞാൻ അവിടെ വരുന്നുണ്ട് നാളെ. എന്നാ ഞാൻ പോട്ടെ. ഉം. വരണേ.